ഇന്നലെ ശയന പ്രദക്ഷിണം, ഇന്ന് കുർബാന. വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം മൂകാംബിക ദർശനം നടത്തിയിരുന്നു. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് മൂകാംബിക ദർശനം നടത്തിയത്. മൂകാംബിക ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് ഇപ്പോൾ ഉയരുന്നത്. JDS നേതാവ് BM ഫാറൂഖാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടായത്. മംഗലാപുരത്തെ കോൺഗ്രസ് നേതാക്കളെയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയും അറിയിക്കാതെയാണ് വി ഡി സതീശൻ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായത് എന്നും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിന് മംഗലാപുരത്തെ കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം ഇന്ന് പറവൂർ ഡോൺ ബോസ്കോ പള്ളി പെരുന്നാളുമായി ബന്ധപ്പെട്ട കാൽനാട്ട് ചടങ്ങിൽ പങ്കെടുത്തത്. ആ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കാണില്ല. ആളെ കാണില്ല. മൂകാംബികയിലും ഡോൺ ബോസ്കോ പള്ളിയിലും ഒതുങ്ങുന്നതല്ല സതീശന്റെ പ്രാർത്ഥനകൾ. ഇന്ന് പത്തനംതിട്ട കുന്നന്താനം സെന്റ് ഫ്രാൻസിസ് അസീസി മലങ്കര കത്തോലിക്ക പള്ളിയിൽ വി ഡി സതീശനു വേണ്ടി പ്രത്യേക കുർബാന തന്നെയാണ് നടന്നത്. വികാരി ജേക്കബ് മാത്യു അരീക്കലാണ് വി ഡി സതീശനു വേണ്ടി കുർബാന നടത്തിയത്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി കാണാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കുർബാന സംഘടിപ്പിക്കുന്നത്. അങ്ങനെ ഹിന്ദു ക്ഷേത്രങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളും കയറി ഇറങ്ങുകയാണ് വി ഡി സതീശൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി. കാരണം ഏതെങ്കിലും തരത്തിൽ തനിക്ക് മുഖ്യമന്ത്രി പദം കിട്ടിയേ മതിയാവുകയുള്ളൂ എന്ന് തന്നെയാണ് സതീശന്റെ നിർബന്ധം. എന്നാൽ അത്തരം കണക്കുകൂട്ടലുകൾക്ക് വിഘാതമായി നിൽക്കുകയാണ് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും. KC വേണുഗോപാലിന് ഹൈക്കമാൻഡിന്റെ പരിപൂർണ പിന്തുണയുണ്ട് എന്നുള്ളതാണ് വി ഡി സതീശനെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ജനവിധി എന്നുള്ളത് സതീശനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. കാരണം ജനവിധി പ്രതികൂലമാണ് എങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നുള്ള വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്ക് എത്രത്തോളം യാഥാർത്ഥ്യവുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം നാളെ രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടി തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് അറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ വി ഡി സതീശൻ നാളെ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ അതോ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി താൻ നടത്തിയ ശ്രമങ്ങളെല്ലാം വിജയകരമായി ഭവിക്കുമോ എന്നുള്ളതാണ് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. നാളെ 8 മണിക്ക് വോട്ടെണ്ണുമ്പോൾ ഏറ്റവും കൂടുതൽ ചങ്കടിക്കുന്നത് വി ഡി സതീശൻ്റെത് മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നിലപാടുകളുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും PR വർക്കിലൂടെ അത്തരത്തിൽ ജനങ്ങൾക്കു മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്ത ഒരു വിശേഷണം വി ഡി സതീശന് മേലുണ്ട്. നിലപാടുകളുടെ രാജകുമാരൻ ആണോ അല്ലയോ എന്നുള്ള കാര്യം നാളെ രാവിലെ 9 മണിയോടുകൂടി അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് സതീശൻ ഇത്രയും ആവലാതി. മൂകാംബികയിൽ പോകുന്നു, പറവൂർ ഡോൺ ബോസ്കോ പള്ളിയിൽ പോയി കൊടിമരം നാട്ടുന്നു, പത്തനംതിട്ട കുന്നന്താനം പള്ളിയിൽ പ്രത്യേക കുർബാന കഴിക്കുന്നു. അത്തരത്തിൽ സതീശൻ വ്യാപകമായി തന്നെ ദേവാലയങ്ങൾ കയറിയിറങ്ങുകയാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ തൻ്റെ മുഖ്യമന്ത്രി സ്വപ്നമെന്ന സതീശന്റെ ഏറെ നാളുള്ള ആ സ്വപ്നം യാഥാർത്ഥ്യമായില്ലെങ്കിൽ സതീശനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാവും ഉണ്ടാവുക. അദ്ദേഹത്തിന് രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ വാക്ക് പാലിക്കേണ്ടി വരും. എന്നേക്കുമായി രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ വനവാസത്തിന് സതീശന് പോകേണ്ടി വരും. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ല എങ്കിൽ, അല്ലെങ്കിൽ UDF അധികാരത്തിൽ എത്തിയില്ല എങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ വനവാസം തന്നെയായിരിക്കും കേരള രാഷ്ട്രീയം വിധിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ ധാർമ്മിക ഉത്തരവാദിത്വവും വി ഡി സതീശന് മേലാണ്. രാഷ്ട്രീയം എന്നേക്കുമായി ഉപേക്ഷിക്കുക, UDFന് ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ എന്നേക്കുമായി രാഷ്ട്രീയ വനവാസത്തിന് പോവുക, അതല്ല എങ്കിൽ
KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ് VD സതീശന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ. അതുകൊണ്ട് തന്നെയാവണം അദ്ദേഹം ജനങ്ങളെ വിശ്വസിക്കാതെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ദൈവങ്ങളിൽ മാത്രം വിശ്വസിക്കുന്നത്. ഇത്തരം ഒരു വലിയ കടമ്പ തൻ്റെ മുന്നിലുണ്ട്. രാഷ്ട്രീയ വനവാസം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം, ഈ രണ്ടിലൊന്നിലെ ഏതെങ്കിലും ഒന്ന് VD സതീശന് തെരഞ്ഞെടുത്തേ മതിയാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.